ഹായ് ഹലോ ഇന്ന് എൻ്റെ ഒരു കുക്കറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അത് സ്പെഷ്യൽ കുക്കറാണ് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ മോടിയൊക്കെ സ്പെഷ്യലാണ്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു മധൂത്ത് ഈസി ആയിട്ട് എങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 10-15 മിനിറ്റ് കൊണ്ട് മധൂത്ത് ഉണ്ടാക്കാം കേട്ടോ. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഈ ഒരു സ്പെഷ്യൽ കുക്കറിൻ്റെ വിസിലാണ്. ഇതിൻ്റെ സ്പെഷ്യൽ കുക്കറാണ്. ഇതിന് നല്ല ഇപ്പോൾ കാണാനും കുഴപ്പമില്ല, മാത്രമല്ല ഇതിൻ്റെ മൂടി തുറക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ല വെയിറ്റൊക്കെ ഉള്ള ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കറിൻ്റെ ഒരു അതിൻ്റെ പാത്രമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മൂടി വരുന്നത്. ഇതിൽ അടി പിടിക്കണമൊന്നുമില്ല കേട്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മൂടി തന്നെ അതുപോലെ തന്നെ തുറക്കാനും എടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഇതെങ്ങനെയാണ് അടക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. മറ്റേതിന് മൂടിക്ക് പെടുത്തുന്നത് വിചാരിച്ചിട്ട് കൈ പൊള്ളുന്നൊന്നും ഇല്ല കേട്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ ഇത്രേ ഉള്ളൂ, ക്ലോസായി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മധൂത്ത് ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് നമ്മുടെ പുതിയ കുക്കറിലുള്ള മധൂത്തിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് മധൂത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെന്നുള്ളത്. നമ്മുടെ പുതിയ കുക്കറിലാണ് അപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലോട്ട് ഒരു വലിയ സവാള ഒറ്റൊന്ന് മതി, ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, സ്ലൈസ് ചെയ്ത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിലോട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇനി അതിലോട്ട് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ തരം സ്പൈസസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് അതൊന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അത് കട്ടിക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾ ഒരു 1/2 സ്പൂണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 3/4 സ്പൂൺ അത്ര. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി ഓരോ ചെറിയ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ടൊരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ ടൊമാറ്റോ, അതുപോലെ തന്നെ മല്ലിയില, മറ്റേ പുതിന, ഇതെല്ലാം കൂടി പേസ്റ്റ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലോട്ടൊരു 2 സ്പൂണ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുക, യോഗട്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിന് വെള്ളം മാറ്റി വെച്ചാൽ അതിലൊരു കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 1 വിസിലാക്കുക. ഒറ്റ വിസിൽ ആകുമ്പോഴേക്കിനും ഒരു 3/4 ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, നല്ലതായിട്ട് പാകമായിട്ടുണ്ടാവും. ഇനി അതിലോട്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കഴുകി വെച്ച് വാരാൻ വെച്ചുള്ള അരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഒരു ഒറ്റ വിസിലും കൂടി മതി കേട്ടോ. നമ്മുടെ അടിപൊളി മധൂത്ത് ഇവിടെ റെഡിയായി വരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒറ്റ തവണയും കൂടി ഒന്ന് വിസിലടിച്ചിട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നമ്മുടെ മധൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാണ്. മാഷാഅല്ലാ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര പണിയൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ചൂടോടെ സെർവ് ചെയ്യണം കേട്ടോ. അതിലോട്ട് ഞാൻ ഒരു യോഗട്ടിൻ്റെ ഒരു സലാഡാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.